മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഭാര്യയുടെ വെളിപ്പെടുത്തലിൽ ഒടുവിൽ ഒത്തുതീർപ്പിലേക്ക് പോലീസിൽ പരാതി നൽകില്ല എന്നും ഗണേഷ് മാപ്പ് പറഞ്ഞുവെന്നും ബിന്ദു മേനോൻ. ഇന്നലെ നടത്തിയത് വൈകാരിക പ്രകടനമെന്നും ബിന്ദു. വിവാദങ്ങൾക്കിടെ മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ചേരും. വിശദാംശങ്ങളുമായി അൺഫീൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫീൽഡ്, ഒടുവിൽ ഈ ഒരു കേസ് ഇപ്പോൾ ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്. അതായത് ബിന്ദു മേനോന് പരാതി ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗണേഷ് കുമാർ സെക്രട്ടേറിയറ്റിൽ എത്തി എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഐശ്വര്യ, ആ വിഷയം ഒത്തുതീർപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. പരാതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ അറിയിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ അവർ ഒരു കേസുമായി പോലീസിൽ പരാതിയുമായി മുന്നോട്ട് പോകില്ല കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ കുറച്ചുകൂടി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളിൽ മന്ത്രി വിളിച്ച് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. ഈ ഒരു ഒരു ഇത്തരത്തിൽ സംഭവം ഉണ്ടായതും അതിൽ ക്ഷമാപണം ദിവസങ്ങളായിട്ട് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് കൊണ്ടുമാണ് താൻ ഈ രീതിയിൽ മാധ്യമങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും ഒക്കെ വൈകാരികമായ ഒരു പ്രകടനം നടത്തിയതായിരുന്നു. ആ സമയത്തുണ്ടായ വൈകാരിക പ്രകടനമായിരുന്നു എന്നാണ് ഇപ്പോൾ ബിന്ദു മേനോൻ പറയുന്നത്. എന്നാൽ തന്റെ ഭർത്താവ് വിളിച്ച് ക്ഷമ ചോദിച്ചതുകൊണ്ട് ആ പ്രശ്നം അവിടെ ഒത്തുതീർപ്പിലേക്ക് ഇപ്പോൾ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഭാര്യ ബിന്ദു മേനോൻ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം ഒരു ഭാര്യ ഭർത്തൃ എന്ന നിലയിൽ ബന്ധമെന്ന നിലയിൽ ആ ഒരു വിഷയം ഒത്തുതീർപ്പിലേക്കൊക്കെ വരികയാണ്. കാരണം പരാതിമാർ മുന്നോട്ട് പോകുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി. എന്നാൽ മന്ത്രിസഭ ഈ വിഷയം കഴിഞ്ഞ ദിവസം മുതൽ വലിയ രീതിയിലാണ് വിവാദമായത്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധവും ബഹളവും ഒക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മന്ത്രി ദേഹോപദ്രം അല്ലെങ്കിൽ ഗാർഹിക പീഡനം എന്നൊരു ആരോപണം വെളിപ്പെടുത്തൽ സ്വന്തം ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകിയ പശ്ചാത്തലത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രതിഷേധം നടക്കുന്ന ഒരു ഭാഗത്ത്. അതേസമയം നിർണായകമായ മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ മന്ത്രി പങ്കെടുക്കുമോ എന്നൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ വാളകത്ത് നിന്ന് പുറപ്പെട്ട മന്ത്രി ഇന്ന് ക്യാബിനറ്റിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. ഈ ഒരു വിഷയം ഒരുപക്ഷെ ഒത്തുതീർപ്പായ സാഹചര്യത്തിൽ ഈ വിഷയം ക്യാബിനറ്റിന്റെ അജണ്ടയിലോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷെ അപ്പോഴും ഈ ഗണേഷ് കുമാറിന്റെ വിഷയവും ഗണേഷ് കുമാറിന്റെ ഭാര്യ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല. അദ്ദേഹം മാപ്പ് പറഞ്ഞു. അതോടുകൂടി ആ പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് എത്തിയെങ്കിൽ പോലും അദ്ദേഹം നിലവിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന പൊതുസമൂഹത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു പൊതുപ്രവർത്തകനാണ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ക്യാബിനറ്റ് ആകുന്ന ഒരു മന്ത്രി പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു മന്ത്രിയുടെ ഭാര്യ തന്നെ ഈ ഒരു വിഷയം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ്. അതായത് കാണാൻ പാടാത്ത സാഹചര്യത്തിൽ തന്റെ ഭർത്താവിനെ താൻ കാണുന്നു അന്ന് എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു വിഷയം പോലീസിൽ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ തന്നെ തനിക്ക് ദേഹോപദ്രവമൊക്കെ ഉണ്ടാകുന്നു എന്ന രീതിയിൽ, അതായത് ഒരു ഗാർഹിക പീഡനം അവിടെ നടന്നിട്ടുണ്ട് എന്നത് അവരുടെ തെളിവ് ഉൾപ്പെടെ തന്റെ ഫോണിലുണ്ട് എന്നാണ് ഭാര്യ പറഞ്ഞിരുന്നത്. അതിലിപ്പോഴും മാറ്റമൊന്നുമില്ല. അങ്ങനെ ഒരു ഗാർഹിക പീഡനം അവിടെ നടന്നു. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മന്ത്രിയാണ്, സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയാണ്. അവർ ഒരു ഭാര്യ ഭർത്തൃ ബന്ധമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് സ്വാഭാവികമായും സെറ്റിലാകും അല്ലെങ്കിൽ ഒത്തുതീർപ്പിലേക്കാകും. അത് സ്വാഭാവികമായൊരു ഒരു നടപടിക്രമമാണ്. പക്ഷെ അങ്ങനെ ഒരു ക്രൈം അവിടെ നടന്നിട്ടുണ്ട് എന്നത് സത്യവും അത് വ്യക്തവുമായൊരു സാഹചര്യത്തിൽ മന്ത്രി ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെയാണ് എന്നതാണ് ഗണേഷ് കുമാറിനെ പിന്നെയും മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇത് ഒരു ക്രൈം നടന്നു എന്നതിലും അല്ലെങ്കിൽ അവിടെ ഒരു വയലൻസ് ഗാർഹിക പീഡനം അവിടെ നടന്നു എന്നതിലും തെളിവുകളുള്ള ഒരു സാഹചര്യത്തിൽ മന്ത്രിയുടെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്. അവർ വ്യക്തിപരമായി അവർക്ക് പരാതിയില്ല, അത് അവർ തന്നെ വ്യക്തിപരമായി അത് പരിഹരിച്ചു എന്ന് പറയുമ്പോഴും ആ വയലൻസ് അവിടെ നടന്നൊരു സാഹചര്യത്തിൽ മന്ത്രിക്ക് എത്രത്തോളം അതിൽ നിന്ന് സുഗമമായി പിൻവാങ്ങാൻ കഴിയും അല്ലെങ്കിൽ എത്രത്തോളം ആ കുരുക്കിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ഇപ്പോൾ നിൽക്കുകയാണ്. കാരണം ഏതെങ്കിലും രീതിയിലൊരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊതുതാൽപര്യ ഹർജിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോടതിയിൽ എത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവുകയില്ല. കാരണം നിയമവശത്തിൽ നിയമപരമായി തന്നെ പല കുരുക്കുകളും ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഈ ഭാര്യയുടെ ഗുരുതരമായ വെളിപ്പെടുത്തൽ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല ബിന്ദു മേനോൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ വീണ വിജയനെ വിളിച്ചു താൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് വ്യക്തമാക്കി. ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അദ്ദേഹത്തിന്റെ മകളിൽ നിന്നോ ഒരു പരാതി പോലീസിലേക്ക് പോയില്ല, എന്തുകൊണ്ട് പോലീസിനെ ഇൻഫോം ചെയ്തില്ല എന്നതടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല ഇതിൽ ഭാര്യ ഒരുപക്ഷെ ഈ തെളിവുകൾ പുറത്തുവിടാൻ സാധ്യതയുണ്ടെന്ന് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമൊക്കെ ലഭിച്ചിരുന്നു. അത് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ ഇത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയെന്നതും ഉറപ്പാണ്. മാത്രവുമല്ല ഗണേഷ് കുമാർ രാജി എന്ന സമ്മർദ്ദം
കടുത്ത രീതിയിൽ തന്നെ പാർട്ടിയിൽ നിന്ന് മുന്നണിയിൽ നിന്നും അദ്ദേഹത്തിന്മേൽ ഉണ്ടായിരുന്നു. കാരണം അതിന്റെയൊക്കെ കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിഷയം ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് കൊണ്ട് തന്നെയും അത് ഗുരുതരാവസ്ഥ പാർട്ടിയിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഗണേഷ് കുമാർ മനസ്സിലാക്കുന്നു. അതനുസരിച്ച് തന്നെയാണ് അതിവേഗത്തിൽ ഈ വിഷയം ഒത്തുതീർപ്പിലെത്താനായും ഗണേഷ് കുമാർ ഇടപെടുകയും ഭാര്യയോട് മാപ്പ് പറയുകയും ഒക്കെ ചെയ്ത് ഈ വിഷയത്തെ അവർ വളരെ വേഗത്തിൽ തന്നെ ഒരു പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും എത്ര തന്നെ ഈ വിഷയം പരിഹരിച്ചാൽ പോലും ഭാര്യ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ ഈ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് ഈ ഒരു വിവാദം ഇപ്പോൾ ഒത്തുതീർപ്പാക്കിയിരിക്കുകയാണ് ഗണേഷ് കുമാർ. അതായത് ഈ ഒരു വിവാദങ്ങൾക്കൊരു അവസാനം ഇട്ടിരിക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം അങ്ങനെ ഇങ്ങനെ ഈ ഒരു വിഷയം വിട്ടുകളയില്ല. എന്തായാലും ഒരു പ്രതിഷേധം പത്തനാപുരത്തും തിരുവനന്തപുരത്തും ഉണ്ടാകാനല്ലേ സാധ്യത? ഉറപ്പാണ്, അതിനകത്ത് തർക്കമില്ല. കാരണം ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്കും വസതിയിലേക്കും KSRTC ബസ്സിൽ ബാനർ ഏന്തിയൊക്കെ പ്രതിഷേധിക്കാനുള്ള നീക്കമൊക്കെയാണ് പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് യുവജന സംഘടനകളുടെയും വനിതാ സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. അത് രാവിലെ തന്നെ പലയിടത്തും പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിഷയത്തിൽ ഭാര്യ തനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ആ വിഷയം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും ഒരു മന്ത്രിയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ ഈ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു ഘട്ടത്തിൽ പോലും ഭാര്യ പറയുന്നില്ല. ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന് താൻ ക്ഷമ കൊടുക്കുക, അല്ലെങ്കിൽ താൻ വന്ന് മാപ്പ് കൊടുക്കുന്നു, താൻ അതൊക്കെ ക്ഷമിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ അവർ അത് ക്ഷമിച്ചു എന്ന് പറയുമ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ മന്ത്രി ഇപ്പോഴും തെറ്റുകാരനും തന്നെയാണ്. കാരണം ഭാര്യയാണ് അദ്ദേഹത്തെ അവിടെ ഒരു ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട്. ആ പരാതിയും ആരോപണവും പോലീസിൽ നിയമപരമായ പരാതി ഭാര്യ കൊടുത്തില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പോലും ദേഹോപദ്രവം ഏൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഭാര്യ പറയുമ്പോൾ, മന്ത്രിയുടെ ഭാര്യ പറയുമ്പോൾ അത്രയേറെ ഗൗരവപരമായ ഒരു വിഷയമാണ്. അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് മന്ത്രിക്ക് ഗണേഷ് കുമാറിനെ അത്ര എളുപ്പത്തിൽ തലയൂരാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേള ആയതുകൊണ്ട് ഈ വിഷയം ഗൗരവമായി തന്നെ പ്രതിപക്ഷം ഏറ്റെടുക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യും. പക്ഷേ ഗണേഷ് കുമാറിന് ഒരു ആശ്വാസം, അല്ലെങ്കിൽ സർക്കാരിനും ഒക്കെ ഒരു ആശ്വാസമാകുന്നത് ഭാര്യ പരാതിയുമായി, നിയമപരമായി പരാതിയുമായോ അല്ലെങ്കിൽ ഏതൊരു വിധത്തിലും അവർ പരാതിയുമായി ഇനി രംഗത്ത് വരില്ല എന്നത് സർക്കാരിനായാലും ഗണേഷ് കുമാറിനായാലും വലിയൊരു ആശ്വാസം തന്നെയാണ്. ആ പ്രശ്നം അവരായിട്ട് പരിഹരിച്ചു. പക്ഷെ അതിന്റെ അടയൊലികൾ തെരഞ്ഞെടുപ്പ് വേളയിലൂടനീളം തന്നെ സർക്കാരിനെ, ഗണേഷ് കുമാറിനെ വ്യക്തിപരമായി ആക്രമിച്ചു കൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിന് തർക്കമില്ല. ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലൊരു പൊതു താല്പര്യ ഹർജിയോ പരാതിയോ പബ്ലിക് ഡൊമൈനിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല. അതെ, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഭാര്യ പറയുന്നു അദ്ദേഹം ക്ഷമാപണം നടത്തി, അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്കില്ല എന്നാണ് ഇപ്പോൾ ബിന്ദു മേനോൻ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾക്ക് ഇവിടെ ഒരു അവസാനം ഉണ്ടാവുകയാണ്. എന്തായാലും ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിൽ ഡിസൂസ.